15 മാസത്തിന് ശേഷമാണ് ഗാസയിലെ ജനങ്ങളെ തേടി ആശ്വാസ വാർത്ത എത്തിയത്. നീണ്ട യുദ്ധകാഹളത്തിനാണ് വിരാമമായത്. ട്രംപിന്റെ ഇടപെടലിൽ വെടിനിർത്തലിന് ബന്ദികളെ വിട്ടയക്കാനും ഇസ്രയേലും ഹമാസും തമ്മിൽ ധാരണയാവുകയായിരുന്നു. സമാധാന ശ്രമത്തിന് മുഖ്യ മധ്യസ്ഥത വഹിച്ചത് ഖത്തറാണ്. അധികാരത്തിൽ വരുന്നതിന് മുൻപ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു: ഗാസ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കുമെന്ന്. അധികാരത്തിൽ എത്തി ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ ആ വാർത്ത ഇസ്രയേലിനെ തേടി എത്തിയിരുന്നു. ട്രംപിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എവിടെ, എങ്ങനെ, എപ്പോൾ, ആരോട് ആണ് ഇടപെടേണ്ടത് എന്ന്. കൃത്യമായ ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാവുകയായിരുന്നു. എന്നാൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് മുതൽ പലവിധം പ്രഖ്യാപനങ്ങളാണ് പലസ്തീനികളെ തേടിയെത്തിയത്. ഇതാ വീണ്ടും ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. തങ്ങളുടെ മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ല എങ്കിൽ ഹമാസ് നേരിടാൻ പോകുന്നത് വലിയ ഭവിഷ്യത്തായിരിക്കുമെന്നാണ്. ഇരു കൂട്ടരും തമ്മിലുള്ള ബന്ദി കൈമാറ്റം നടക്കുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ ഭീഷണി എന്നതും ശ്രദ്ധേയമാണ്. ഗാസയിൽ നരകത്തിന്റെ വാതിൽ തുറക്കുമെന്നാണ് നെതന്യാഹു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു പ്രഖ്യാപനം കൂടി നെതന്യാഹു നടത്തിയിരുന്നു. ഹമാസിനെതിരെ ഗാസയിൽ ഒരു പദ്ധതിക്ക് ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്നു എന്ന്. എന്താണ് ആ പദ്ധതിയെന്നോ എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്നോ നെതന്യാഹു വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. യുദ്ധം പ്രഖ്യാപിച്ചതു മുതൽ നെതന്യാഹുവിന്റെ പ്രധാന ശത്രു ഹമാസ് ആയിരുന്നു. ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാതെ ഒരിക്കലും യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന ശക്തമായ തീരുമാനമായിരുന്നു നെതന്യാഹു ആദ്യം മുതലേ സ്വീകരിച്ചു വന്നത്. ലക്ഷ്യപ്രാപ്തിക്കായി ഏതറ്റം വരെ പോകാനും നെതന്യാഹു മടിക്കില്ല എന്നതിനുള്ള തെളിവാണ് ഗാസ യുദ്ധം. ഗാസയിൽ നരകത്തിന്റെ വാതിൽ തുറക്കുമെന്ന് വീണ്ടും നെതന്യാഹു പ്രഖ്യാപിക്കുകയാണ്. ഇത് ജനങ്ങളെ ഒന്നാകെ ആശങ്കയിലാഴ്ത്തുകയാണ്. എല്ലാ ബന്ദികളെയും ഒന്നൊഴിയാതെ വിട്ടു നൽകണമെന്നാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ പ്രതിസന്ധി ആയിരിക്കുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രസ്താവനയിലാണ് നെതന്യാഹു വീണ്ടും ഈ പരാമർശം നടത്തിയത്. ഹമാസിന്റെ സൈനിക ശേഷിയെയും ഗാസയിലെ അവരുടെ ഭരണവും ഞങ്ങൾ ഇല്ലാതാക്കും. ഞങ്ങൾ എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരും. ഇനി ഒരിക്കലും ഗാസ ഇസ്രയേലിന് ഭീഷണിയാകില്ലെന്നും ഉറപ്പുവരുത്തും. ഈ ലക്ഷ്യങ്ങൾ വേഗത്തിൽ നേടാൻ ഞങ്ങൾക്ക് അമേരിക്കയുടെ അകമഴിഞ്ഞ പിന്തുണയുമുണ്ടെന്നും നെതന്യാഹു പ്രഖ്യാപിക്കുകയായിരുന്നു. ഗാസയെപ്പറ്റി അമേരിക്കൻ പ്രസിഡന്റിന്റെ പദ്ധതിയെ ശക്തമായി നീക്കുമെന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത്. ട്രംപിന്റെ ആശയം യാഥാർത്ഥ്യമാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളെ ജോർദാനിലും ഈജിപ്തിലുമായി അധിവസിപ്പിച്ച് ഗാസയെ പൂർണ്ണമായും അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള പ്രദേശമായി മാറ്റുക എന്നതാണ് ട്രംപിന്റെ പദ്ധതി. 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയ സമാനതകളില്ലാത്ത ആക്രമണമാണ് യുദ്ധത്തിനിടയാക്കിയത്. കര, വ്യോമ, കടൽ മാർഗം ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറിയ ഹമാസ് അംഗങ്ങൾ 1200ഓളം പേരെ കൊന്നൊടുക്കി. 251 പേരെ തട്ടിക്കൊണ്ടുപോയി. അടിച്ചാൽ തിരിച്ചടിക്കുന്ന രാജ്യമാണ് ഇസ്രയേൽ. 360 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഗാസയിൽ 23 ലക്ഷം പേരാണ് അധിവസിച്ചിരുന്നത്. ഈ നഗരത്തിൽ ഇസ്രയേൽ വിതച്ച നാശം വിവരണാതീതമാണ്. ഒന്ന് പ്രതിരോധിക്കാൻ പോലുമാകാതെ ഗാസ ജനത അനുഭവിച്ച യാതനകൾ വാക്കുകൾക്കും അപ്പുറമാണ്. പശ്ചിമേഷ്യയെ മുഴുവൻ യുദ്ധത്തിന്റെ മുൾമുനയിൽ നിർത്താനും ഗാസയിലെ ഏറ്റുമുട്ടലിന് കഴിഞ്ഞു. എന്താണ് ഗാസയുടെ ഭാവി? ഗാസ ആര് ഭരിക്കും? തുടങ്ങിയ നിർണായക ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനമാണ് ഏറ്റവും ഒടുവിൽ ട്രംപ് നടത്തിയത്. ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി പദ്ധതി നടപ്പിലാക്കുമെന്ന് നെതന്യാഹുവും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. കാത്തിരുന്ന് കാണാം ഗാസയുടെ ഭാവി എന്താകുമെന്ന്.